ഹലോ ഗുഡ് ഈവനിങ്, വെൽക്കം ടു റോസസ് ടേസ്റ്റി ഹൗസ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, അതായത് കുക്കറിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. മസാലകളോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളോ ഒന്നും, ബിരിയാണി പോലത്തെ മസാലയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. കുറച്ച് വെജിറ്റബിൾസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അത് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ് ബാസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് 2-3 തവണ കഴുകി വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. 2 ഗ്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 1/2 കിലോയോളം അരി വരുന്നുണ്ട്. ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു 15 മിനിറ്റിന് ശേഷം ഇതേപോലുള്ള ഒരു ഹോൾസ് ഉള്ളൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. നമുക്ക് 15 മിനിറ്റിൽ കൂടുതൽ വെള്ളത്തിലിട്ട് വെക്കരുത്. ഇതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ്. ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അതേപോലെ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, അതേപോലെ ക്യാരറ്റ്, പിന്നെ ഒരു വലിയ സവോള നീളത്തിൽ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് വെജിറ്റബിൾസ് മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാൻ കുക്കറിലാണ് ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ നമ്മുടെ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ സവോള അതുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. 2-3 പച്ചമുളക്, 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് എരിവുള്ള പച്ചമുളകല്ല കേട്ടോ, 3 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നെടുകെ കീറിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ നിറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും മതിയാവും. ഒരുപാട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു കുത്ത് ഫീലിംഗ് ആയിരിക്കും നമ്മുടെ ചോറിന്. അപ്പം എല്ലാം മിതമായ അളവിൽ ചേർക്കുന്നതാണ് പുലാവിന് ടേസ്റ്റ്. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ക്യാരറ്റിന് മറ്റുള്ളതിനേക്കാളും കുറച്ചുകൂടെ വേവ് കൂടുതലുള്ളതല്ല, അതുകൊണ്ടാണ് ഞാൻ ക്യാരറ്റ് മാത്രം ആദ്യം ഇട്ട് കൊടുത്തത്. അതിനുശേഷം ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം വന്നിട്ട് ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയേ ഉള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ 1 ഉരുളക്കിഴങ്ങ്, 1 ക്യാരറ്റ്, ഇത്രയും കാര്യങ്ങളാണ് അളവ് പറയാനാണെങ്കിൽ അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്തതിന് ശേഷം അല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ആ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ ചോറിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം മല്ലിയില ചേർത്തത്. നമ്മൾ ഫൈനലി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്ന മസാല എന്ന് പറയുന്നത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുത്ത മസാലയാണ്, വേറെ ഒരു മസാലയും ചേർത്ത് കൊടുക്കുന്നില്ല. അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 3.25 ഗ്ലാസ് വെള്ളം, 3.5 ഗ്ലാസ് വെള്ളം മതി ചോറ് വേകാനായിട്ട്. പിന്നെ വെജിറ്റബിൾസും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തത്. അപ്പം 2 ഗ്ലാസ് അരിക്ക് 3.25 ഗ്ലാസ് വെള്ളം. അപ്പം ചോറ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3.5 ഗ്ലാസ് മതിയാവും. അപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുക. ആ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഉപ്പ് എപ്പോഴും മുന്നിട്ട് വേണം നിൽക്കാനായിട്ട്. ഉപ്പ് മുന്നിട്ട് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ചോറിലൊക്കെ കറക്റ്റായിട്ട് ഉപ്പ് പിടിച്ച് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റൈസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാടിട്ട് കുത്തി മറിച്ച് ഇളക്കരുത്. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. അതിന് ശേഷം മാത്രം നമുക്ക് മൂടി കൊണ്ട് മൂടി വയ്ക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ മതിയാവും. 2ാമത്തെ വിസിൽ ആവുന്നതിന് മുന്നേ നമ്മൾ ഓഫ് ചെയ്യണം. 2ാമത്തെ വിസിൽ കേൾക്കരുത്. വിസിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പ്രഷർ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. പ്രഷർ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഒരുപാട് നേരം കുക്കറിൽ വെക്കുകയും ചെയ്യരുത്. കണ്ടില്ലേ, ചോറ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതേപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് അടിയിൽ നിന്ന് ഇങ്ങനെ എടുക്കുക കേട്ടോ. ഏതെങ്കിലും തവിയോ അല്ലെങ്കിൽ സ്പൂണോ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടത്തില്ല, കുഴഞ്ഞു പോണ പോലെ വരും. ഇപ്പോൾ ഫോർക്ക് ആകുമ്പോഴത്തേക്ക് ഒട്ടും തന്നെ ഇങ്ങനെ ഒട്ടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. അടിയിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓരോ ചോറും ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവന്ന് വെക്കുക. ഇനിയിപ്പോൾ നമുക്ക് സെർവ് ചെയ്യാനായിട്ടുള്ള പാകമായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പം പുലാവിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം കേട്ടോ. ഇനിയിപ്പം കോളിഫ്ലവർ ചേർക്കണമെങ്കിൽ ചേർക്കാം,
ബീൻസ് ചേർക്കണമെങ്കിൽ ചേർക്കാം. എനിക്ക് ബീൻസ് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ക്യാപ്സിക്കം ചേർത്തത്, ആ ഒരു ഗ്രീൻ കളറിന് വേണ്ടിയിട്ട്. പിന്നെ എപ്പോഴും പൊട്ടറ്റോ മസ്റ്റായിട്ട് ചേർക്കണം. പുലാവിൽ പൊട്ടറ്റോ മസ്റ്റാണ്. പൊട്ടറ്റോ ചേർക്കുമ്പോഴത്തേക്ക് ആ ഒരു കറക്റ്റ് ആ പുലാവിൻ്റെ ഫ്ലേവറൊക്കെ ആ റൈസിൽ വരണം എന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ മസ്റ്റായിട്ട് ചേർക്കുക. പിന്നെ ക്യാരറ്റും ചേർക്കണം. പിന്നെയുള്ള വെജിറ്റബിൾസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. അവസാനം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതാണ്. അപ്പോൾ താങ്ക്